നമ്മളിന്ന് എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ നോർമലി ചിക്കൻ ഫ്രൈക്ക് ചേർക്കുന്ന മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 2 hours വെക്കുക. വേണമെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ അധികം ഇതിൽ യൂസ് ചെയ്യാറില്ല എയർ ഫ്രയറിൽ. ഞങ്ങളിവിടെ ഓലിവ് ഓയിൽ കുറച്ച് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം പവർ ബട്ടൺ ഓണാക്കുക. ഈ സൈഡിലുള്ള എം എന്ന് പറയുന്ന ബട്ടണിലാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അത് ഈ എമ്മിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ ആ സിമ്പിൾ എത്തുന്നത് വരെ ക്ലിക്ക് ചെയ്യുക. ശേഷം പവർ ബട്ടൺ ഓണാക്കുക, ചിക്കൻ വെക്കുക, പവർ ബട്ടൺ ഓണാക്കുക, അത്രേ ഉള്ളൂ. അതിൽ തന്നെ ടൈമർ ഉണ്ട്, സോ നോ വറീസ്, അത് തനിയെ ഓഫാകും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ടൈമർ നമുക്കായിട്ട് സെറ്റ് ചെയ്യാം. കൂട്ടിയാലും കുറച്ചാലും ലോക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂട് കൂട്ടിയിടാം, കുറച്ചിടാം, അങ്ങനെയൊക്കെ സൈഡിൽ ബട്ടൺസ് ഉണ്ട്. ശേഷം അത് അടച്ച് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്ലിപ്പ് ചെയ്തിടുന്നുണ്ട്, നമ്മളത് മറിച്ചിടുന്നുണ്ട്. ഇടാൻ നേരം വേണമെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം, നിർബന്ധമില്ല. അതിനുശേഷം വീണ്ടും പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തനിയെ അത് ഓഫ് ആയിക്കോളൂ കേട്ടോ. വേണമെങ്കിൽ ടൈമർ കുറച്ചിടാം. ഇനിയിപ്പോൾ ഓവർ കുക്ക്ഡായി പോയാലോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ. ഇതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ബോർഡറിലൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. സോ കുട്ടികളെ ഒന്നും അടുത്തോട്ട് വിടാതിരുന്നാൽ നല്ലതായിരിക്കും. ഉണ്ട്, ഇപ്പോൾ തനിയെ അത് ഓഫായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് എടുക്കാം. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളായിട്ട് ബനാന എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് ഡെമോ ആയിട്ട്. ബനാനയുടെ സിമ്പിൾ അതിനകത്ത് കിടപ്പുണ്ട്. സോ ആ ബനാനയുടെ സിമ്പിൾ എത്തുന്നത് വരെ ആ എമ്മിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആ മെയിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് മെയിനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ബനാനയുടെ സിമ്പിൾ എത്തുന്നത് വരെ ക്ലിക്ക് ചെയ്യുക. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബനാന പാനിലേക്ക് മാറ്റിയിട്ട് അകത്തേക്ക് വെച്ച് അത് പവർ ബട്ടൺ ഉണക്കിക്കഴിഞ്ഞാൽ തനിയെ ടൈമർ സെറ്റായി അത് നിൽക്കും. ഇനിയിപ്പോൾ ടൈമർ കുറച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെക്കാം, കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം, ചൂട് കൂട്ടണമെങ്കിൽ ചൂട് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനിയിപ്പോൾ ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. എല്ലാത്തിനും സൈഡിൽ കുറേ ബട്ടൺ ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിന് അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പവർ ബട്ടണിൽ 2 times 2 വട്ടം ക്ലിക്ക് ചെയ്താലും മതി. ടൈമർ 12 minutes ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ടൈമർ ഓഫായപ്പോൾ ഞങ്ങൾ വീണ്ടും അത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ചും കൂടെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്രയും മതിയെങ്കിൽ പവർ ബട്ടൺ ഓഫാക്കി മെയിൻ സ്വിച്ച് ഓഫാക്കി നമുക്ക് തിരിച്ചെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ കുക്ക് ചെയ്യാം. ബേക്കിങ്ങിന് ആണെങ്കിലും നല്ല സിമ്പിളാണ്. ഓവർ കുക്ക്ഡ് ആവുമെന്ന് പേടിക്കേണ്ട, അത് തന്നെ ടൈമർ ഉണ്ട്. സോ കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ്.